തൃണമൂൽ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഈ മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്നാണ് ചർച്ച? മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് തൃണമൂൽ കോൺഗ്രസ് കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമല്ലോ. അതിനുശേഷം UDF ഒരു പ്രാവശ്യമേ കൂടിയിട്ടുള്ളൂ. ഏതായാലും ഈ 23-ാം തീയതി ചർച്ച നടത്തുന്നുണ്ട്. അതിൽ ഒരു അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുമായിട്ടാണോ? അതെ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് ബഹുമാന്യനായിട്ടുള്ള PV അൻവറിൻ്റെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരാണോ ചർച്ചയ്ക്ക് വിളിച്ചത്? കോൺഗ്രസ് ആണോ? അതെ, തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ UDFലെ ഘടകകക്ഷി നേതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതും കൂടി ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും വിളിച്ചിരിക്കുക. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തൃണമൂൽ കോൺഗ്രസിനെ UDF എടുക്കുന്നില്ല, പകരം PV അൻവർ കൂട്ടരും വരികയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതായത് ഈ പാർട്ടിയുടെ ഒരു ലേബലിൽ അല്ലാതെ വരികയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് സാധ്യമാണോ? തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ UDFൽ ഘടകകക്ഷിയാക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണല്ലോ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും. അതുകൊണ്ട് തന്നെ മുന്നണി പ്രവേശനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് വൈകാതെ തന്നെ UDFന്റെ ഭാഗമാകും എന്നാണ് തൃണമൂൽ കോൺഗ്രസ് കരുതുന്നത്. അതല്ലാതെ PV അൻവറിന് ഒറ്റയ്ക്ക് വരണം എന്നുള്ളൊരു തീരുമാനം ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അങ്ങനെയാണോ? അല്ല, PV അൻവറിന് ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെ UDFലേക്ക് പോകാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൃണമൂൽ കോൺഗ്രസ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കേരളത്തിനകത്ത് വേരുറപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്. 14 ജില്ലാ കമ്മിറ്റികളിൽ നിലവിൽ വന്നു. അതിനുശേഷം ഏകദേശം 84ഓളം നിയോജക മണ്ഡലം കമ്മിറ്റികളും നിലവിൽ വന്നു. ഇപ്പോൾ പഞ്ചായത്ത് തല കമ്മിറ്റികളും വാർഡ് തല കമ്മിറ്റികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല, 50,000 മെമ്പർഷിപ്പ് ക്രോസ് ചെയ്തു. ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്തത് 50,000 ക്രോസ് ചെയ്തു. ഇനി ഞങ്ങളുടെ മുന്നോട്ട് മെയ് ജൂൺ ജൂലൈ അവസാനം ആകുമ്പോഴേക്കും 1,00,000 മെമ്പർമാർ ഞങ്ങളുടെ ഈ പാർട്ടിയോടൊപ്പം ചേരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇനി PV അൻവറിന് ഒറ്റയ്ക്കായിട്ട് എങ്ങനെ ഘടകകക്ഷിയാകാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഒറ്റയ്ക്ക് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ളതാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളുടെ തീരുമാനം തൃണമൂൽ കോൺഗ്രസ് മുന്നണിയായിട്ട് തന്നെയാണ് ഘടകകക്ഷിയാകാൻ പോവുക. പിന്നെ അതുപോലെ അതിന് മാത്രമേ വഴങ്ങുള്ളൂ. അതിന് മാത്രമേ വഴങ്ങുള്ളൂ എന്നല്ല, അത് പിന്നെ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിനകത്ത് തൃണമൂൽ കോൺഗ്രസിന് എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് പിന്നെ ഈ നിലമ്പൂരിലെ സ്ഥിതി പറയുകയാണെങ്കിൽ മണ്ഡലം കമ്മിറ്റി ഉണ്ടായി, എല്ലാ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും നിലവിൽ വന്നു. അവിടെയും ശക്തമായിട്ടുള്ള സ്വാധീനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിന് മുൻപ് നിങ്ങൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മുന്നണി പ്രവേശനത്തിന്റെ ചർച്ചകളിലേക്കൊന്നും എത്തിയില്ല എന്നുണ്ടെങ്കിൽ, എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം? 23-ന് ശേഷം ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന് എന്താണ് സ്വീകരിക്കേണ്ടത്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അറിയിക്കുക. നിലമ്പൂർ ഇലക്ഷനകത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ബഹുമാന്യനായിട്ടുള്ള PV അൻവർ ഉയർത്തിയ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കാനും തൃണമൂൽ കോൺഗ്രസ് അത്രത്തോളം ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞില്ല, 84ഓളം മണ്ഡലങ്ങളിൽ, നിയോജക മണ്ഡലങ്ങളിൽ കമ്മിറ്റിയായി ശക്തമായിട്ടുള്ള സ്വാധീനമാണ്. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിച്ചാൽ തിരക്കേടില്ലാത്ത വോട്ട് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഏതായാലും CPMന്റെ സ്ഥിതി നിങ്ങൾക്ക് ബംഗാളിൽ അറിയാം. ഏകദേശം 117ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് കെട്ടിവെച്ച ക്യാഷ് കിട്ടുന്നില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ പോവില്ല. എല്ലായിടത്തും ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ചോദ്യം, ഇപ്പോൾ UDF ഒപ്പം ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മത്സരിക്കാം എന്നുള്ളൊരു ആലോചന ഉണ്ടോ? ഇല്ല, അത് പിന്നെ നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നെടുക്കേണ്ട തീരുമാനമാണ്. അത് 23-ന് ശേഷം ആ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നിട്ട് എന്താണോ നിലപാട്, ആ നിലപാട് അറിയിക്കുക, പാർട്ടിയുടെ നിലപാട് അറിയിക്കും.
അപ്പോൾ 23-ന് ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് അത് നിർണായകമായിരിക്കും. അതിനുശേഷമായിരിക്കും തൃണമൂൽ കോൺഗ്രസ് അവരുടെ അഭിപ്രായം, അവരുടെ തീരുമാനങ്ങൾ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എടുക്കുക.